ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള റവ വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ആർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വട റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഓയിൽ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഇഞ്ചിയും പച്ചമുളകും നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് നേരമൊക്കെ വഴറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇവിടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചില്ലി ഫ്ലേക്സ് നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഇതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ പച്ചമുളകും ചില്ലി ഫ്ലേക്സ് ഒക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചില്ലി ഫ്ലേക്സും ഇവിടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇത് കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് റവ വെച്ചിട്ടാണ് ഈ ഒരു വട തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതിലെ വെള്ളം പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഈ റവ നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ, അതായത് ഇതിലെ വെള്ളം നല്ലവണ്ണം വലിഞ്ഞു വരുന്നത് വരെ ഇത് നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു വരും. അപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇത്രയും മതിയാകും. കാരണം ഇത് ഒന്നുകൂടി ചൂടാറി വരുന്ന സമയത്ത് ഇതിൽ ഒന്നുകൂടി ഡ്രൈ ആവും. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് കൈവച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ അടുപ്പിൽ നിന്നും ഇറക്കി വെക്കുന്ന സമയത്തുള്ളതിനേക്കാളും കുറച്ചുകൂടി ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ കൈവച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു മാവ് ഇവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയ ശേഷം ഉഴുന്ന വടയുടെ ആ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഒരല്പം മാവ് ഞാനിവിടെ കയ്യിലെടുത്ത ശേഷം ഇതുപോലെ ഉഴുന്ന വടയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് സൈഡിലൊക്കെ ഇതുപോലെ ക്രാക്സ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഈ സമയത്ത് ക്രാക്ക് വരുന്നതൊന്നും നോക്കണ്ട. നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഉഴുന്ന വട പോലെ പൊട്ടിപ്പോവാനോ ക്രാക്ക് വരാനൊന്നും സാധ്യതയില്ല കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഇത് ഷേപ്പാക്കിയ ശേഷം നടുവിൽ ഇതുപോലെ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു വട ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് 1 കപ്പ് റവയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ മുഴുവൻ മാവും ഞാൻ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി കുറച്ചധികം വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു ചട്ടിയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള വടയെല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വട എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ വടയുടെ എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 വടയാണ് ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉഴുന്ന് വട ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ക്രാക്ക് വരാനോ അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതെല്ലാം ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറുവശം കൂടി നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള വടയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവൻ വടയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ വട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ചട്നിയൊന്നും ഇല്ലാതെയും ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.